ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 3D ഡ്രോയിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഡ്രോയിങ് ബുക്കാണ്. അപ്പോൾ നമുക്ക് അതിലൊരു ഡ്രോയിങ് ചെയ്യാം. ആദ്യം തന്നെ നമുക്കൊരു കുഞ്ഞ് ബോക്സ് വരക്കാം കേട്ടോ. 4 സൈഡും ഒരേ അളവിൽ വെച്ച് തന്നെ വരക്കണേ, കറക്റ്റായിട്ട് തന്നെ വരക്കണേ. ഇത് ആദ്യം വരച്ചപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല, പക്ഷെ ഫൈനൽ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കിയേ. അങ്ങനെ എന്നാൽ ഞാൻ 4 സൈഡും കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ വരയ്ക്കണം, ഇല്ലെങ്കിൽ അത് ഒന്ന് വളഞ്ഞോ ചരിഞ്ഞോ പോകട്ടോ. മെഷർമെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. ഞാനൊരു സ്കെയിലിൻ്റെ വലിപ്പമാണ് കേട്ടോ എടുത്തത്. ചെറിയ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്താലാണ് കേട്ടോ നല്ലോണം ഫൈനൽ ലുക്ക് കിട്ടുക. ചരിവും വളവൊന്നും വരരുത്. അങ്ങനെ ഫൈനലി ഞാനൊരു കുഞ്ഞ് ബോക്സ് വരച്ചെടുത്തു കേട്ടോ. ഇനി നമുക്കതിലേക്ക് ലൈൻസ് വരച്ചെടുക്കാം കേട്ടോ. പേനോണ്ട് തന്നെ വരയ്ക്കണേ. ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ സൈഡിലേക്ക് വരയ്ക്കണം. ഇങ്ങനെ കുറേ സൈഡ് വരക്കണം കേട്ടോ. ബ്ലാക്ക് പെൻ തന്നെ വേണം ഇത് വരക്കുമ്പോൾ. പേന കൊണ്ട് വരച്ചാൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ, കാരണം ബ്ലാക്ക് അല്ലേ. അപ്പോൾ ആദ്യം എന്നോട് ഇവിടെ എല്ലാവരും ചോദിച്ചത് എന്ത് സാധനമാണെന്ന്. വരച്ച് കഴിഞ്ഞപ്പോഴല്ലേ എല്ലാവർക്കും മനസ്സിലായി ഇതൊരു ബബിൾ ആർട്ടാണെന്ന്. ആൻഡ് ഈ ഒരു ബബിൾ ആർട്ട് കുറച്ച് 3D ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാ സൈഡും ഞാൻ വരച്ചെടുക്കുകയാണ്. ഓരോ സൈഡും കറക്റ്റായിട്ട് വേണം വരയ്ക്കാൻ. അങ്ങനെ ഗൈസ്, ഓരോരോ സൈഡും കറക്റ്റായിട്ട് ഞാൻ വരയ്ക്കുവേ. വലുതിന് ചെറുതിലേക്ക് പോകുമ്പോൾ എൻ്റെ മെഷർമെൻറ്റ്സും തെറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ലൈൻ മാത്രം കുറച്ച് ചെറുതായിപ്പോയി കേട്ടോ. പിന്നെ പേന ആയതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല, മായ്ച്ച് കളയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ ലൈൻ അങ്ങനെ തന്നെ വെച്ചു കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒരു ബോക്സ് ഷേപ്പ് പോലെ ആവാൻ വേണ്ടിയിട്ടും കൂടി ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. എല്ലാം ഞാൻ പേന കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. ബോർഡർ മാത്രമാണ് പെൻസിൽ കൊണ്ട് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാ സൈഡും നമുക്കതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ചെറിയ വരയൊക്കെ തെറ്റിപ്പോവെങ്കിലും അവസാനത്തെ ലുക്ക് നല്ല ഭംഗിയിൽ തന്നെ വരും. കുഞ്ഞു പെബിൾസ് ആ ലൈനിൽ തന്നെ മുട്ടിച്ചരക്കണം. അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ സ്ക്വയേഴ്സൊക്കെ വരച്ചെടുക്കുന്നത്. അങ്ങനെ ഗൈസ്, ഇനി നമുക്ക് പെബിൾസ് വരയ്ക്കാൻ തുടങ്ങാം കേട്ടോ. കുഞ്ഞു പെബിൾസ് ആദ്യം വരയ്ക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഗൈസ് വരച്ചിട്ട്. നല്ല ടൈം കൺസ്യൂമിങ് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയേ, കാരണം കുറച്ച് ടഫാണ് ഇത് ചെയ്യാൻ. പിന്നെ നിങ്ങളോട് ആരെങ്കിലും വരയ്ക്കാൻ അറിയില്ലെന്നോ വരക്കാൻ പറ്റില്ലെന്നോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങളോട്ട് തന്നെ ഒരു പേപ്പർ മേന എടുത്ത് വരക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. ഇതിൽ ഡ്രോയിങ് അറിയണമെന്നൊന്നുമില്ല ഗൈസ്. അങ്ങനെ ഫുൾ സർക്കിളും ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഗ്യാപ്പ് കണ്ടോ, സർക്കിളിൻ്റെയൊക്കെ അവിടെ ആ ഗ്യാപ്പൊക്കെ നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ട് ഫില്ല് ചെയ്യണം. എന്താ ഇപ്പോൾ ഫില്ല് ചെയ്തേക്കുന്ന പോലെ. സർക്കിൾസിൻ്റെ ഉള്ളിലോട്ടൊന്നും ആവരുതേ, ആവാണ്ട് തന്നെ നമ്മൾ ചെയ്യണം. അങ്ങനെ ഫുള്ള് നമുക്കത് ചെയ്തിട്ട് അങ്ങനെ ഗൈസ് ഹാഫായിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ ചെയ്ത് ഒറ്റയ്ക്ക് ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അത് ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലത്തെ പെബിൾസിൻ്റെ അടിയിൽ താഴെ പേർപ്പിളും മുകളിൽ ലൈറ്റ് പേർപ്പിളും കൊടുക്കണം കേട്ടോ. ഇതുണ്ടോ, താഴെ ഡാർക്കായിട്ടുള്ള കളർ എടുക്കാം, മുകളിൽ പേസ്റ്റൽ കളർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. അതിൻ്റെ ഡാർക്ക് കളറും ലൈറ്റ് കളറും ഉണ്ടാവണേ. ഇതിന് പെയിൻറ്റ് തന്നെ വേണമെന്നില്ല, ബ്രഷ് പെന്നാവാം, സ്കെച്ചാവാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ ഡാർക്കും ലൈറ്റും കളർ ഉണ്ടായാൽ മാത്രം മതിയേ.
എന്നാലേ കുറച്ചും കൂടി 3D ആയി വരുള്ളൂ. ഞാനിത് രാത്രി തന്നെ ചെയ്തുകൊണ്ട് തന്നെ നല്ലോണം ലേറ്റായിട്ടോ കഴിയാനായിട്ട്. അങ്ങനെ ഗൈസ് ഓരോന്നും ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ നല്ലോണം തെറ്റുവേ. ഇനി ഗൈസ് നമുക്ക് ആ ബാക്കിയുള്ള വൈറ്റ് പെബിൾസിനൊക്കെ നമുക്ക് പേസ്റ്റൽ പേർപ്പിൾ അടിച്ചെടുക്കാം. അത് ഞാൻ വൈറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്തപ്പോൾ കിട്ടിയ കളറാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഫുള്ളങ്ങ് അടിച്ചെടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ കളറ്. ഫൈനൽ ലുക്ക് നമ്മൾ ചെറിയൊരു മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കറക്റ്റാക്കിയാലേ നമുക്ക് ഇതിൻ്റെ ഔട്ട്ലുക്ക് കിട്ടുള്ളേ. അങ്ങനെ ഗൈസ് ഒരുപാട് നേരമായിട്ടോ ഞാൻ അതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂർ അടുപ്പിച്ചായി. കാരണം ഇതിൻ്റെ ഇടയിൽ എനിക്ക് മടിക്കുന്നുണ്ടേ, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊരു ടൈം എടുത്തു ഗൈസ്. ഇത് ഓരോരോ സൈഡ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല കെയർഫുള്ളായിട്ട് ഇതില്ലെങ്കിൽ പുറത്തു പോകും. പിന്നെ പെയിൻ്റ് ചെയ്തുകൊണ്ട് തന്നെ ബ്ലാക്കിലേക്ക് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. എനിക്കങ്ങനെ പണി കിട്ടിയിട്ട് ഞാൻ തുടച്ച് മാറ്റിയതാണേ. അങ്ങനെ ഓരോരോ സൈഡും നല്ലോണം ചെയ്തു. നേരിട്ട് കാണുന്നതിനെക്കാട്ടും ഭംഗിയിപ്പോൾ ക്യാമറയിലാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഗൈസ് ഞാൻ ഫുള്ളടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഗൈസ് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡാമേജൊക്കെ ഉണ്ട്, അതൊക്കെ ക്യാമറയിൽ നോക്കുമ്പോൾ ഫുള്ള് പക്ക സെറ്റാണ്. അപ്പോൾ ഗൈസ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാൻ മറക്കരുതേ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.